മഞ്ചേശ്വരം നിയോജക മണ്ഡലം എന്ന് കേൾക്കുമ്പോൾ തന്നെ കാസർഗോഡ് ജില്ലയിലെയും അതേപോലെ തന്നെ കേരളത്തിലെയും ജനാധിപത്യ വിശ്വാസികൾ ഒരുപോലെ ഉറ്റുനോക്കുന്ന ഒരു നിയോജക മണ്ഡലം കൂടിയാണ് മഞ്ചേശ്വരം. അതായത് പറഞ്ഞു വരുന്നത് കാലങ്ങളായിട്ട് വർഗീയ ഫാസിസ്റ്റ് ശക്തികളെ ചെറുത്തു നിൽക്കുന്നതിന് വേണ്ടി മഞ്ചേശ്വരത്ത് UDFിൻ്റെയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെയും പങ്ക് എന്ന് പറയുന്നത് ചെറുതല്ല. അതായത് കഴിഞ്ഞ കാലഘട്ടങ്ങളിലൂടെ നമ്മൾക്ക് കാണാൻ സാധിച്ചതാണ് മർഹൂം ചെർക്കളം അബ്ദുള്ള സാഹിബിൻ്റെ കാലഘട്ടം, അതിനുശേഷം PB അബ്ദുൾ റസാഖ് സാഹിബിൻ്റെ കാലഘട്ടം. അവരുടെയൊക്കെ പാത പിൻപറ്റി പിന്നിലൂടെ നടന്നു വന്ന ആ വഴി വെട്ടി വന്ന ജനകീയനായ കാസർഗോഡിനെ സപ്തഭാഷാ സംഗമ ഭൂമി എന്ന് പറയുന്നത് പോലെ തന്നെ വിവിധ ഭാഷകളിലെ വൈജ്ഞാനം, അഭ്യസ്ത വിദ്യനായ ജനകീയനായ യുവാക്കളുടെ ഹരമായി മാറിയ മഞ്ചേശ്വരത്തിൻ്റെ സ്വന്തം AKM അഷ്റഫ് എന്ന് പറയുന്ന മഞ്ചേശ്വരത്തിൻ്റെ ജനകീയനായ MLA മഞ്ചേശ്വരത്തിൻ്റെ ഗോപുരവാതിൽക്കൽ ഒരു കാവൽക്കാരനായി സുസജ്ജനായി അവിടെ കാവൽ നിൽക്കുന്നുണ്ട്. സമീപകാലത്ത് കണ്ടുവരുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ മഞ്ചേശ്വരത്തിൻ്റെ വ്യക്തമായ ഇടപെടലുകൾ, അഷ്റഫ് സാഹിബിൻ്റെ ജനങ്ങളിലേക്ക് ഇറങ്ങിയുള്ള അദ്ദേഹത്തിൻ്റെ അങ്ങേയറ്റം പ്രവർത്തനങ്ങൾ വളരെയധികം ജനപ്രീതി നേടിയെടുക്കുന്നത് ഈ ചുരുങ്ങിയ കാലഘട്ടത്തിൽ തന്നെ നമ്മൾ കാണാൻ സാധിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി മഞ്ചേശ്വരത്തിൻ്റെ സ്വന്തം AKM അഷ്റഫിന് വേണ്ടി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൈകളിൽ ജനങ്ങൾ മഞ്ചേശ്വരത്തിനെ ഏൽപ്പിക്കുകയാണെങ്കിൽ ആ മനുഷ്യൻ്റെ കൈകളിൽ മഞ്ചേശ്വരം ഭദ്രമാണ്.